ഉഷചേച്ചിയിലേക്ക് വരുമ്പം പണ്ട് കാലത്ത് നമ്മൾക്കൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ മാധ്യമങ്ങളുടെ സഹായം കൂടിയേ തീരുള്ളൂ. പത്രം അല്ലെങ്കിൽ ചാനൽ അല്ലെങ്കിൽ റേഡിയോ ഇത്തരത്തിലുള്ള. പക്ഷേ നവമാധ്യമങ്ങളുടെ സാധ്യതകൾ വളരെയധികം മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. ജനങ്ങളിലേക്ക് എത്താനായിട്ട് ഒരേ സമയം നമ്മൾ കൺസ്യൂമറുമാണ്, ഒരേ സമയം നമ്മൾ പ്രൊഡ്യൂസറുമാണ്. എത്രത്തോളമാണ് ഈ ന്യൂ മീഡിയയുടെ സാധ്യതകൾ? ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വേദന ഉണ്ടാകും, എങ്കിലും എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. സത്യത്തെ എങ്ങനെ വളച്ചൊടിക്കാം എന്നതാണ് ഇന്ന് മുന്നിട്ട് നിൽക്കുന്ന കാര്യം. കാരണം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ പത്രത്തിലൊരു വാർത്ത വരികയാണ്, ഇവിടെ ഒരു ആൾ മരണപ്പെട്ടു, ഇല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു. ആ വാർത്ത വായിച്ചാൽ എല്ലാവർക്കും അറിയാം അത് നടന്നതാണ്, അവിടെ ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഒരു പത്രത്തിൽ അവിടെ കൊല ചെയ്യപ്പെട്ടു, മറ്റു സ്ഥലത്ത് കൊല്ലപ്പെട്ടു, മറ്റു സ്ഥലത്ത് കൊലയ്ക്ക് സാധ്യത, ഇങ്ങനെ, അതായത് മൊത്തം നമ്മൾ 10 പത്രം എടുത്ത് വായിച്ചാലും 10ലും 10 അപ്പം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കൺഫ്യൂഷനായി നമ്മൾ പോയി ടി വി തുറന്ന് വെക്കുമ്പോൾ 10 ചാനലിൽ വെച്ച് നോക്കിയോ, സെയിം സാധനം 10 പേര് 10 വിധത്തിലാണ് പറയുക. അങ്ങനെ ശരാശരി മനുഷ്യർക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ അതല്ല പത്രധർമ്മം എന്ന് പറയുന്നത്, നമ്മൾ ജനങ്ങൾ, അതായത് കോടതിയിൽ പോയിട്ട് ന്യായം കിട്ടുക എന്ന് പറയുന്നത് അത് അവസാനമാണ്. പക്ഷേ നമുക്കറിയാം, പത്രം തുറന്ന് ഇല്ലെങ്കിൽ ഒരു ചാനൽ തുറന്നു വെച്ചാൽ അവിടെ പറയുന്നത് സത്യമായിരിക്കും. ആ ഒരു വിശ്വാസത്തിൽ ഇവരിത് തുറന്നു വെക്കുമ്പം അത് ആദ്യം പറയും അത് അങ്ങനെ നടന്നു എന്ന്, പിറ്റേ ദിവസം പറയും അതിന് സാധ്യതയാണ്, മൂന്നാമത്തെ ദിവസം പറയും ഏത് അങ്ങനെ അല്ല, 5ാമത് ഇത് വരുമ്പം ജഡ്ജിമാർ ഇതെല്ലാം വാച്ച് ചെയ്യുന്നവർ അവർക്ക് കൺഫ്യൂഷനാകുന്നു. അങ്ങനെയാണ് പല ജഡ്ജ്മെൻറ്റും ഇവിടെ തോറ്റുപോകുന്നത്. സത്യം അതല്ല, നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ കൊണ്ടുപോകുന്നത് എന്താണോ അത് യാഥാർത്ഥ്യമായിട്ട് തന്നെ പറഞ്ഞു പോട്ടെ. കാരണം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുണ്ട്. മാഡത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, നേരത്തെ മാഡം പറയുകയുണ്ടായി 7 മണിക്കുള്ള ന്യൂസ് ബുള്ളറ്റിൻ എന്നുള്ളത്. ആ കാലയളവിൽ പൊതുവിൽ സ്ത്രീകൾ ഒരു 5:30-6 മണിയോടുകൂടി തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഒരു ചുറ്റുപാടും കാലഘട്ടവുമാണ്. അപ്പം നമ്മൾക്ക് സമയബന്ധിതമല്ല മീഡിയയിലത്തെ ജോലി. അതെല്ലാം പലപ്പോഴും പറഞ്ഞ് പല സുഹൃത്തുക്കളും മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ സമയബന്ധിതം സ്വാഭാവികമായിട്ടും ഒരു ന്യൂസ് വരുമ്പോൾ നമ്മൾ 8 മണിയായി, ഇന്ന് നമ്മൾ ആ ന്യൂസ് എടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇമ്മീഡിയറ്റ്ലി ആ ന്യൂസിനെ കുറിച്ച് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അത്തരത്തിൽ വരുമ്പോൾ ഈ സമയബന്ധിതമല്ലാത്ത പ്ലാനിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല. വളരെ നമ്മൾ ഇംപ്രോംപ്റ്റു ആയിട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. കുടുംബജീവിതം എത്രത്തോളം ഒരു സ്ത്രീക്ക് മാനേജ് ചെയ്ത് പോകാൻ ദുഷ്കരമാവാറുണ്ട്? എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അതൊരു ചലഞ്ചായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ നിന്നിരിക്കുന്ന മേഖല ന്യൂസ് റീഡിംഗ് ആണ്. അതിന് ടൈമിംഗ് ഉണ്ട്. അതായത് ഇപ്പോൾ 8 മണിക്കൂറാണ് നമ്മുടെ വർക്ക് ടൈം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ബുള്ളറ്റിൻസ് ഉണ്ടോ അതത്രയും നമ്മൾ വായിച്ച് തീർത്ത് ആ ഷിഫ്റ്റ് കഴിയുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നു, അടുത്ത ആൾ ജോയിൻ ചെയ്യുന്നു. ആ 8 മണിക്കൂറിലും നമ്മൾ വായിക്കുന്നതിനിടയിൽ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ആ സമയത്ത് ഉണ്ടാവാം. ബുദ്ധിമുട്ടുകളെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ന്യൂസുകളും വരാം, അപ്ഡേഷൻ വരാം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഏതൊരു സ്ത്രീയുടെയും 8 മണിക്കൂർ വർക്കുന്ന പോലെയാണ് ഇപ്പോൾ ന്യൂസ് റീഡിങ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് അതിനൊരു സപ്പോർട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സ്വാഗതം. ഞാനാണ് സ്ത്രീയിലേക്ക്. നമ്മളുടെ ഇടവേളയ്ക്ക് പിരിയുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ മാധ്യമ രംഗത്ത് നടക്കുന്ന ചൂഷണങ്ങൾ ദേശീയ അന്തർദേശീയ തലത്തിൽ തന്നെ അതൊരു വലിയ മൂവ്മെൻറ്റായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ലെവലിൽ മീഡിയയിലെ ജേർണലിസ്റ്റുകൾ നേരിട്ട ചൂഷണങ്ങളെക്കുറിച്ച് പല ജേർണലിസ്റ്റുകളും സധൈര്യം മുന്നോട്ട് വന്ന് പറയുന്ന ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂ മീഡിയയിൽ അല്ലെങ്കിൽ സ്ത്രീകൾ ഒത്തുചേരുന്ന മേഖലകളിലൊക്കെ മീ ടു ക്യാമ്പയിനുകൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ജേർണലിസവും പത്രപ്രവർത്തന മേഖലയും അതിൽ നിന്ന് എക്സെംപ്റ്റഡ് ആയിട്ടില്ല. ഇത്തരത്തിലുള്ള ഇൻസ്റ്റൻസുകൾ മീഡിയ വേൾഡിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെക്കുറിച്ച് ഒരു മീഡിയ പേഴ്സൺ എന്നുള്ള നിലയ്ക്കും ഒരു അഭിഭാഷക എന്നുള്ള നിലയ്ക്കും എങ്ങനെയാണ് വീണ ഈ ഒരു തുറന്നു പറച്ചിലുകളെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും വളരെ ഞാൻ ഈ മീ ടു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് റെവലേഷൻസ് നടത്തുന്ന സ്ത്രീകളെ സല്യൂട്ട് ചെയ്യുന്നു. കാരണം ഇതുമായി റിലേറ്റ് ചെയ്ത ചർച്ചയ്ക്ക് പോകുമ്പോഴും പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് 19 വർഷം 20 വർഷത്തിന് ശേഷം എന്തിന് പറയുന്നു, അതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ളൊരു ഹരാസ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ അത് വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സിനോടോ കുടുംബത്തിനോടോ സുഹൃത്തുക്കളോടോ പറയാൻ പറ്റാതെ സ്വയം അടക്കി വയ്ക്കുന്നൊരു
സാഹചര്യമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മാധ്യമത്തിലൂടെയാണെങ്കിൽ പോലും ബോൾഡായി ഇവർ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അവിടെയാണ് മാധ്യമരംഗത്താകട്ടെ സിനിമയിലാകട്ടെ മറ്റേത് മേഖലയിലായാലും ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ വരുമ്പോൾ പല മാന്യന്മാർക്കും നെഞ്ചിടിപ്പുണ്ടാകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഭാഗം കറക്റ്റാണ്, 100% ശരിയാണെങ്കിൽ അത്തരം നെഞ്ചിടിപ്പിന് സാധുതയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം MJ അക്ബർ ഒരു കേന്ദ്രമന്ത്രിയെക്കുറിച്ച് വയറടക്കമുള്ള നാഷണൽ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ വായിച്ചതാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് അതിശയിപ്പിക്കുന്ന തരത്തിൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ ആദരണീയനായ ശ്രീ മുകേഷ് MLA കുറിച്ച് 19 വർഷം മുമ്പ് നടന്നതെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ ഒരു ട്വിറ്റർ ഷെയർ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ സ്ത്രീകൾ ആ കാലത്തും ഈ കാലത്തും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇക്കാലത്ത് ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് ബോൾഡായിട്ട് ഹീ ഈസ് നോട്ട് എ റൈറ്റ് പേഴ്സൺ എന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യം ഈ 19 വർഷമായി കടിച്ചമർത്തി വെച്ചിരുന്നവരെ റിവീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ കിട്ടുകയാണ്. നമ്മുടെയും കരിയറിൽ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ വളരെ ഭീകരമായിട്ടുള്ള പീഡനങ്ങളൊന്നും നമ്മൾ വിധേയമായിട്ടില്ലെങ്കിൽ പോലും ചില വശപ്പിശകുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില നോട്ടങ്ങൾ, ചില കമൻറ്റുകളൊക്കെ നമ്മുടെ ലൈഫിലും നമ്മൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരുപക്ഷെ ഇതൊക്കെ തുറന്നു പറയാൻ നമുക്കൊക്കെ ഊർജമാകുന്നത് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മീ ടൂവിനെ വളരെ പോസിറ്റീവായി തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മൾ നേരത്തെ വീണ പറഞ്ഞ പോലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് ഇത്രയും കാലം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതും എന്തുകൊണ്ട് ഒരു ലീഗൽ മെഷർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതും. എപ്പോഴെങ്കിലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ വളരെയധികം ഒരിക്കൽ കൂടെ ഇതേ ട്രോമയിലൂടെ ആ സ്ത്രീ കടന്നു പോകാൻ വിധേയരാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് എന്ന് അഭിഭാഷക എന്നുള്ള നിലയ്ക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം പലപ്പോഴും പലരുടെയും ഇൻ്റർവ്യൂ ഇത്തരത്തിൽ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് പറയുന്നത് ഇനിയും ഇതേ കാര്യങ്ങൾ ഞാൻ FIR ഫയൽ ചെയ്യുന്ന സമയത്ത് പറയണം, അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഒരു വലിയ സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു കോടതിയിൽ കയറി നിന്നുകൊണ്ട് ഞാൻ ഇതിനെ ഒന്നും കൂടെ പറയണം. അപ്പം ഐ ആം എന്താ പറയുക എക്സ്പോസ് ടു ലിവ് ഇറ്റ് വൺസ് അഗെയിൻ, റീലീവ് ചെയ്യാൻ നിർബന്ധിതയാവുകയെന്നുള്ള അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണോ ഇപ്പോഴും നമുക്ക് നിലനിൽക്കുന്നത് ട്രയൽ കാലഘട്ടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ? ഒരു പരിധിവരെ അങ്ങനെ അല്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കറിയാം പോക്സോ എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അപ്പോൾ പോക്സോ വന്നതിന് ശേഷം ഇന്ന് പല ചർച്ചകളിലും പോകുമ്പോൾ പൊതുജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് പോക്സോ വന്നതിന് ശേഷം സ്ത്രീക്കെതിരെ എന്ത് അതിക്രമം നടന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നമാണ്. കാരണം ഒരു സ്ത്രീയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ്, ഇത്തരത്തിൽ വരികയാണ്, അവർ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലൂടെ ഈ അക്യൂസ്ഡ് എന്ന് പറയുന്ന വ്യക്തി പോയേ തീരുകയുള്ളൂ. പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം എത്ര കേസുകൾ തെളിയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ വിചാരണ വേളയിൽ തന്നെ വിക്ടിം ഏറ്റവും പ്രധാന സാക്ഷി എന്ന് പറയുന്നത് വിക്ടിമാണല്ലോ. അവർ പോലും കാര്യങ്ങൾ മാറ്റി പറയേണ്ടി വരുന്ന തരത്തിൽ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? വിറ്റ്നസ്സസ് എല്ലാം ഹോസ്റ്റൈലാവുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ ഇരുത്തി പഠിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും പോക്സോ കേസസിൽ കൈലാഷ് സത്യാർത്ഥിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചത്, ഈ പെൺകുട്ടികൾക്ക് 2039 വരെ ജസ്റ്റിസിനായി കാത്തിരിക്കേണ്ട അത്രയും അധികം പെൻഡൻസി ഓഫ് കേസസ് വളരെയധികം കൂടുതലാണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ നിയമത്തിൽ തന്നെ പറയുന്നത് ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് ആണ്. ഇവിടെ എല്ലാ ജസ്റ്റിസ് നടത്തപ്പെടുന്നത് ഡിലേഡ് ആണ്, അത് ഡിനൈഡ് ആവുന്നതിന് തുല്യം തന്നെയല്ലേ? അപ്പോൾ അതും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പം മാധ്യമ രംഗത്തെ ചൂഷണങ്ങൾ വളരെയധികം തുറന്നു പറയുന്ന സ്ത്രീകളുണ്ട്. അപ്പം ഇത്തരത്തിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്തുകൊണ്ട് എനിക്ക് ഇത്രയും അഭിനയിക്കാനറിയാം, നിങ്ങളെയൊക്കെ കാഴ്ചപ്പാടിൽ സാമാന്യം ഒരു സിനിമയ്ക്ക് വേണ്ടതെല്ലാം എനിക്കുണ്ട്, എന്തുകൊണ്ട് സിനിമകൾ എനിക്ക് കിട്ടുന്നില്ല? എവിടെ പോയാലും എത്രയോ പടത്തിന് ഞാൻ പെട്ടിയെടുത്ത് പാതിരാത്രി ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഒരു സിനിമ വിളിച്ചു കഴിഞ്ഞിട്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് രാത്രി വന്ന് കഥയിന് തട്ട് എന്നെ മോശമായിട്ടുള്ളതിൽ എനിക്ക് അപ്പോൾ തന്നെ ഞാൻ പെട്ടിയെടുത്തിറങ്ങും. അങ്ങനെ നിങ്ങൾ എൻ്റെ പല പടങ്ങളും നിങ്ങൾ കാണുമ്പം പാതി വഴിയിൽ എന്നെ കാണില്ല. കാരണങ്ങൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി വന്നതാണ്. കാരണം ആ ഒരു ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നു. ഇന്നും എനിക്ക് സിനിമയും സീരിയലും കിട്ടാത്തതിൻ്റെ കാരണങ്ങളും ഇത് തന്നെയാണ്. അവരെ എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് സിനിമ കിട്ടുന്നത്. പിന്നെ നിങ്ങൾ സിനിമയിൽ ഇപ്പോഴും ഇപ്പോൾ എൻ്റെ 7 പടം റിലീസ് ചെയ്യാനുണ്ട്. ആ പടങ്ങളെല്ലാം
വളരെ കഷ്ടപ്പെട്ട് ചേച്ചി പൈസയൊന്നും തരാനില്ല, പക്ഷെ നല്ലൊരു ക്യാരക്ടറാണ്, ഒരു എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റിനെ പറ്റുള്ളൂ, വരുമോ ചോദിക്കും, പോകും, അഭിനയിക്കും, തിരിച്ചു വരും. അതുകൊണ്ട് എനിക്ക് സിനിമയുണ്ട്. അല്ലാത്ത സ്ഥലത്ത് എന്നെ വിളിക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. നമ്മളടുത്ത് പെരുമാറ്റം മോശമാവുമ്പം എനിക്ക് അവിടെ എൻ്റെ പൈസ തന്നില്ല ഇല്ലെങ്കിൽ അതൊന്നുമല്ല, ഞാൻ അവിടെ നിന്ന് പെട്ടിയെടുത്തിറങ്ങും. ഈ ഒരു ആർജം ഇന്നത്തെ കുട്ടികൾക്കോ ഇല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾക്കോ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഭയപ്പാട് കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില വീടുകളിലെ കുട്ടികളെ എനിക്കറിയാം അച്ഛനും അമ്മയും തള്ളിക്കൊണ്ടുവന്നവരുണ്ട്. നമ്മളെല്ലാവരെയും അടക്കം കുറ്റം പറയണ്ട. ഈ അച്ഛനമ്മമാർ സിനിമയിൽ മക്കളെ വലിയ ആളാക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന അച്ഛനമ്മമാരെ എനിക്കറിയാം. അവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക്.